നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കനോയിങ് കയാക്കിംഗ് പരിശീലനത്തിനായി വാങ്ങിയ ബോട്ടുകളുടെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രാദേശിക ജനതയെ ഉയർത്തിക്കൊണ്ടുവരുവാൻ നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് മന്ത്രി പി പ്രസാദ്. സൽസ്നേഹ ഭവൻ ചാരിറ്റബിൾ സൊസൈറ്റി ചേർത്തലയിൽ സംഘടിപ്പിച്ച സമൂഹ വിവാഹം അലങ്കോലമായി. 35 പേരുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും നടന്നത് 8 പേരുടെ വിവാഹം. തങ്ങളെ വഞ്ചിച്ചുവെന്നാരോപിച്ച് 27 വധൂവരന്മാർ വിവാഹം ബഹിഷ്കരിച്ചു. കൈമുട്ടിലെ ചെറിയ മുഴയും വേദനയും മാറാൻ ശസ്ത്രക്രിയ. ലഭിച്ചത് പട്ടിയുടെ പല്ല്. 25 കൊല്ലം മുമ്പാണ് പട്ടിയുടെ കടിയേറ്റത്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറും വിധേയനായ 36-കാരനായ യുവാവും നടുങ്ങി. ചേർത്തല താലൂക്ക് ആശുപത്രിയിലാണ് അപൂർവമായ സംഭവം. NCC കേരള ബറ്റാലിയൻ സംയുക്ത വാർഷിക പരിശീലന ക്യാമ്പ് കായംകുളം SN സെൻട്രൽ സ്കൂളിൽ ആരംഭിച്ചു. 10 നാൾ നീളുന്ന ക്യാമ്പിൽ 500ഓളം കേഡറ്റുകൾ പങ്കെടുക്കുന്നു. ആലപ്പുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ ജോബ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു. ഫെബ്രുവരിയിൽ നടക്കുന്ന മെഗാ തൊഴിൽ മേളയുടെ മുന്നോടിയായിട്ടാണ് ജോബ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത്. H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കനോയിങ് കയാക്കിംഗ് പരിശീലനത്തിനായി വാങ്ങിയ ബോട്ടുകളുടെ ഉദ്ഘാടനം നടന്നു. മന്ത്രി പി പ്രസാദ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രാദേശിക ജനതയെ ഉയർത്തിക്കൊണ്ടുവരുവാൻ നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. സ്പോർട്സാണ് ലഹരി എന്ന ആ മുദ്രാവാക്യത്തിന് കീഴിൽ ജില്ലാ പഞ്ചായത്ത് ലക്ഷ്യം വച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് രാജ്യത്തിന് പുറത്തും ലോകത്തിന് മുമ്പിൽ പോലും അവതരിപ്പിക്കാൻ പറ്റുന്ന ഉജ്ജ്വലങ്ങളായ കായിക താരങ്ങളെ വാർത്തെടുക്കണം എന്ന് തന്നെയാണ്. ഇപ്പോൾ ഒളിമ്പിക്സിലടക്കം ഈ കനോയിങ് കയാക്കിംഗ് മത്സരമുണ്ട്. മറ്റ് വിവിധങ്ങളായ മത്സരങ്ങൾ കനോയിങ് കയാക്കിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ നിന്ന് ഈ രംഗത്തേക്ക് ലോക ചാമ്പ്യന്മാരാവാൻ പറ്റുന്ന ആൾക്കാരെ വാർത്തെടുക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്ന് തന്നെ ഏതാണ്ട് 1/4 കോടിയോളം രൂപ അതിനുവേണ്ടി മുടക്കുകയും അതിനാവശ്യമായ വള്ളങ്ങൾ മുഴുവൻ സ്വന്തമാക്കുകയും ചെയ്ത് വേറെ ഏതെങ്കിലും സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഒരു ജില്ല ഏതെങ്കിലും സംഘടനയ്ക്ക് അല്ലെങ്കിൽ സംവിധാനങ്ങൾക്ക് ഇത്രയും വള്ളങ്ങളില്ല എന്നുള്ള ഒരു വ്യക്തതയുണ്ട്. അതുകൊണ്ട് 1-2 വള്ളങ്ങൾ തയ്യാറാക്കിയിട്ട് ഞങ്ങൾ ആ പരിപാടി തുടങ്ങുന്നു എന്ന് പറയല്ല ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ചെയ്തത്. അതിനാവശ്യമായ പരിശീലനത്തിന് വേണ്ടി വരുന്ന അത്രയും വള്ളങ്ങൾ ക്രമീകരിച്ച് നമ്മുടെ നാട്ടിലെ ഒരു യുവതലമുറയ്ക്ക് വിദ്യാർത്ഥികൾക്ക് നല്ല പരിശീലനം കൊടുത്ത് രാജ്യത്തിന് പുറത്തും ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന കായിക താരങ്ങളാക്കി അവരെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇത്രമേൽ വലിയൊരു പരിപാടി ഏറ്റെടുത്ത അത് വിജയകരമായി നടപ്പിലാക്കുന്ന ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിനെ ഞാൻ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രാദേശിക ജനതയെ ഉയർത്തിക്കൊണ്ടുവരാൻ വലിയ ഇടപെടലുകൾ നടത്താനാവുമെന്ന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് സ്പോർട്സാണ് ലഹരി എന്ന പദ്ധതിയുടെ ഭാഗമായി ആര്യാട് ഡിവിഷനിൽ ആരംഭിച്ച കനോയിങ് കയാക്കിംഗ് പരിശീലനത്തിനായി വാങ്ങിയ ബോട്ടുകളുടെ ഉദ്ഘാടനം അടിവാരം കിഴക്ക് കായൽച്ചിറയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്ഥാപനങ്ങൾ പ്രാദേശിക ഭരണകൂടങ്ങളാണ്. പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് പ്രാദേശിക ജനതയെ ഉയർത്തിക്കൊണ്ടുവരാൻ വലിയ ഇടപെടലുകൾ നടത്താൻ കഴിയും. സ്പോർട്സാണ് ലഹരി പദ്ധതിയിലൂടെ കനോയിങ് കയാക്കിംഗ് രംഗത്ത് ലോക ചാമ്പ്യന്മാരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 1/4 കോടിയോളം രൂപ മുടക്കി ജില്ലാ പഞ്ചായത്ത് പരിശീലനത്തിന് ആവശ്യമായ ബോട്ടുകൾ വാങ്ങി നൽകിയിരിക്കുന്നത്. വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതിയാണിതെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെ മുൻകൈയിൽ വളരെ വലിയ കാര്യങ്ങൾ ചെയ്യാനാവുമെന്ന് തെളിയിക്കുകയാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത്. വികസനമെന്നാൽ ഇതൊക്കെ കൂടി ചേർന്നതാണ് എന്നാണ് ജില്ലാ പഞ്ചായത്ത് കാണിച്ചു നൽകുന്നത്. ഇത്രമേൽ വലിയ പദ്ധതി ഏറ്റെടുത്ത മികച്ച രീതിയിൽ നടപ്പാക്കുന്ന ജില്ലാ പഞ്ചായത്തിനെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹേന്ദ്രൻ ജേഴ്സി കൈമാറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV അജിത് കുമാർ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R. റിയാസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA ജുമൈലത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുയമോൾ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS സന്തോഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉദയമ്മ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ദീപ സുരേഷ്, ബഷീർ മാക്കിനിക്കാട്, നവാസ് നൈന, മണ്ണഞ്ചേരി GHSS പ്രധാനാധ്യാപിക K. ഹഫ്സ, KM റജി, P. ജോഷിമോൻ, CH റഷീദ്, മുഹമ്മദ് മുസ്തഫ, VV മോഹൻദാസ്, KM ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. സൽസ്നേഹ ഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തലയിൽ സംഘടിപ്പിച്ച സമൂഹ വിവാഹം അലങ്കോലമായി. 35 പേരുടെ സമൂഹ വിവാഹമാണ് സംഘടിപ്പിച്ചിരുന്നതെങ്കിലും 8 പേരുടെ സമൂഹ വിവാഹം മാത്രമാണ് നടന്നത്. 27 പേർ സമൂഹ വിവാഹം ബഹിഷ്കരിച്ചു. ഇവരിൽ കുറേയേറെ പേർ
വിവാഹ മണ്ഡപത്തിലെത്തി പ്രതിഷേധിച്ചത് സംഘർഷത്തിനും വഴിയൊരുക്കി. സാർ നമ്മളിത് പറഞ്ഞ് വിളിച്ചു വരുത്തിയേക്കണേ. നിങ്ങളുടെ കാര്യങ്ങൾ ഹിയറിംഗ് ഞങ്ങൾ കേട്ടതാണ്. രണ്ടുപേര് എസ് ഐ കേട്ടു. ഞാൻ രണ്ട് സ്ഥലത്ത് വേണ്ടി നിങ്ങളല്ല വന്നത്. നിങ്ങളുടെ ഭാഗത്ത് ന്യായപരമായ കാര്യങ്ങളുണ്ടോ നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾ ഇത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ലീഗൽ, വേറെ ഇല്ലീഗലായിട്ടുള്ള സാധനമാണ്. നമുക്ക് നമ്മുടെ ന്യായം ഇല്ലാതാക്കുന്നതിന് നിങ്ങൾക്ക് ന്യായപരമായ കാര്യം ഉണ്ടല്ലോ. ന്യായമുണ്ട്. ഇവർ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ അവർക്ക് ന്യായം വേണ്ടേ? നമുക്ക് തിരിച്ചു പോകാൻ വണ്ടിക്കൂലി പോലും ഇല്ല തിരിച്ചു പോകാനായിട്ട്. പല കാര്യങ്ങൾ കിടക്കൂട്ടി സ്വപ്നം കണ്ടു നമ്മൾ സ്വപ്നം കൊണ്ട് വന്നാണ് ഒരു കുടുംബം കഴിഞ്ഞ സ്വപ്നം കൊണ്ട് വന്നാ. സാറേ ഇവിടുന്ന് തിരിച്ചു പോയാൽ വണ്ടിക്കൂലി വേണ്ട സാറേ. ഒരു കാഴ്ച കുടിക്കാൻ പൈസ ഇല്ല. തിരിച്ചു പോയാൽ വണ്ടിക്കൂലി വേണ്ടേ? ചേർത്തല സൽസ്നേഹ ഭവൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമൂഹ വിവാഹത്തിൽ തർക്കങ്ങളും ബഹളവും. 27 വധൂവരന്മാർ പിൻവാങ്ങി. വേദിയിൽ നടന്ന പ്രക്ഷോഭത്തെ തുടർന്ന് വൻ പോലീസ് എത്തി സ്ഥിതി ശാന്തമാക്കിയതോടെ 8 ദമ്പതിമാരുടെ വിവാഹം നടത്തി. ഡോക്ടർ ബിജു കൈപ്പാറേടൻ, പ്രസിഡന്റ് AR ബാബു, മറ്റു ഭാരവാഹികളായ K അനിരുദ്ധൻ, സജിത സണ്ണി, അപർണ ഷൈൻകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനം നടത്തിയത്. ചേർത്തല വാരനാട് മേഖലയിലെ കൺവെൻഷൻ സെന്ററിലായിരുന്നു സമൂഹ വിവാഹം സംഘടിപ്പിച്ചത്. ഇതര ജില്ലയിൽ നിന്ന് സംഘാടകർ ദമ്പതികളെ തിരഞ്ഞെടുത്തത്. എന്നാൽ ഇടുക്കി മുതുകാൻമന്നൻ സമുദായത്തിൽ നിന്നും മാത്രം 22 ദമ്പതികൾ ഉണ്ടായിരുന്നു. താലിമാലയും 2 ലക്ഷം രൂപയും നൽകാമെന്ന് പറഞ്ഞായിരുന്നു സംഘാടകർ വിവാഹ വാഗ്ദാനം ചെയ്തതെന്ന് സമുദായ നേതാവ് തങ്കൻ പറഞ്ഞു. ഇവർ 2 പവൻ സ്വർണവും 1 ലക്ഷം രൂപയും തരാമെന്ന് പറഞ്ഞാണ് വിവാഹത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ, സമൂഹ വിവാഹത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഇത്രയും തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓഫർ എന്നാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇപ്പം ഞങ്ങൾ 35-40 പേരെടുത്തുണ്ട്. എല്ലാം മന്നാൻ മുഴുവൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ, പിന്നെ ST പിള്ളേർ, SC/ST പെട്ട ഒരു 3-4 പിള്ളേരുണ്ട് വേറെ. ഇപ്പോൾ ഒരു ഒന്നും തരില്ല. അവർ ഒന്നും തരില്ല എന്ന് പറഞ്ഞു. ഒന്നും തരില്ല, വണ്ടിക്കൂലി ഒന്നും തരില്ല എന്ന് പറഞ്ഞു. ഇന്നലെ ഞങ്ങളൊന്ന് പട്ടിണിയായിരുന്നു ഇവിടെ. ഇത്ര ആൾക്കാർ വന്ന് 10-60 പേര് വന്നിട്ട് ബാത്റൂമിൽ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, ഭക്ഷണമില്ല, കിടക്കാൻ പായില്ല. ചുമ്മാ തറയിൽ കിടന്നാണ് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നത്. ഇതുപോലെ ഒരു കഷ്ടം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മളാരും പറ്റി ജീവിക്കാറില്ല സാറേ. അതാണ് ശരി. കല്യാണത്തെ ഞാൻ അവരുടെ കല്യാണം വേണ്ട നമുക്ക്. ഇനിയൊക്കെ അവർ കല്യാണം കഴിച്ചു തന്നെങ്കിൽ ഞങ്ങൾക്ക് ഓഫർ തന്നത് തന്നെ എങ്കിൽ ഞങ്ങൾ റെഡി. ഇല്ലെങ്കിൽ ഞങ്ങൾ വണ്ടി വിളിച്ച് വരുത്തി വണ്ടി ചിലവ് കാര്യങ്ങളൊക്കെ തന്നാൽ ഞങ്ങൾ പോകും. അല്ലെങ്കിൽ ഞങ്ങൾ ഇവരുടെ കല്യാണം ഇപ്പോൾ മുടക്കും. ഒരു കല്യാണം നടത്താൻ തയ്യാറില്ല. എന്നാൽ വിവാഹ കൗൺസിലിംഗിൽ പോലും പറയാതെ വിവാഹത്തിനെത്തിയപ്പോഴാണ് താലിയും വധൂവരന്മാർക്കുള്ള വസ്ത്രങ്ങളും മാത്രമാണെന്നറിയുന്നത്. പ്രശ്നം രൂക്ഷമായതോടെ ചേർത്തല പോലീസിൽ 22 വധൂവരന്മാർ പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ASIയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയെങ്കിലും ഒത്തുതീർപ്പായില്ല. വിവാഹത്തിന് മുമ്പ് ആദിവാസി നേതാക്കളും പ്രവർത്തകരും വേദിയിൽ കയറി മുദ്രാവാക്യം വിളിച്ചു. പിന്നീട് കൂടുതൽ പോലീസ് എത്തി വേദിയിൽ കയറിയവരെ താഴെയിറക്കി. 65ഓളം പേർ ആദിവാസി വധൂവരന്മാരെ പ്രതിനിധീകരിച്ച ഇടുക്കിയിൽ നിന്നും 2 വാഹനങ്ങളിൽ വന്നിരുന്നു. ഇവർ വന്ന വാഹനങ്ങളുടെ പൈസ പോലും സംഘാടകർ നൽകിയില്ലെന്നാരോപിച്ച് ഓഡിറ്റോറിയം പരിസരത്ത് പ്രതിഷേധം നടത്തിയ ശേഷമാണ് ആദിവാസികൾ മടങ്ങിയത്. സമൂഹ വിവാഹത്തിൽ പങ്കെടുക്കാനായി എത്തിയ പ്രമുഖർ സംഭവത്തെ തുടർന്ന് ഉടൻ തന്നെ മടങ്ങി. ചേർത്തല DYSPയുടെയും ചുമതല വഹിക്കുന്ന ആലപ്പുഴ DYSP MR മധുബാബുവിൻ്റെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥിതിഗതികൾ ശാന്തമാക്കി. പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 35 പെൺകുട്ടികളുടെ കല്യാണത്തിന് വാക്കുകൊടുത്ത് അവർ വന്ന് ഞങ്ങൾക്ക് സർക്കാരിൻ്റെതായും വാർഡ് മെമ്പറിൻ്റെതായിട്ടുള്ള DTCയും അവരുടെ വാർഡ് മെമ്പറിൻ്റെ കത്തും തന്ന് ചെയ്ത്. ഇതിൽ ആരൊക്കെയോ പറഞ്ഞു 4 ലക്ഷം രൂപയും 5 പവൻ്റെ സ്വർണവും കൊടുക്കാമെന്ന് ഈ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞ് വരത്തി. നമ്മൾ ഇതൊന്നും ആരുടെയൊക്കെയൊന്നും പറഞ്ഞില്ല. അവർക്ക് ന്യായമായ രീതിയിൽ അവരുടെ കുടുംബത്ത് ഒരു കുട്ടിയെ കല്യാണം കഴിച്ച് വിടുന്നതിനേക്കാൾ ഉപരി ആ രീതിയിൽ ആ പെൺകുട്ടികളെ നാട്ടുകാരറിയത്ത് ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ ഇന്നും ബാധ്യസ്ഥരാണ്, എപ്പോഴും ബാധ്യസ്ഥരാണ്. അത് നടക്കാൻ ഇന്ന് തന്നെ ആ കല്യാണത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഒരുക്കി. പിന്നെ ഇതിൻ്റെ അകത്ത് നല്ലതും ചീത്തയും അറിയാൻ പാടില്ലാത്ത കുറേ ആൾക്കാർ സമൂഹത്തുണ്ട്. അവർ വരുത്തിയത് നമ്മൾ ഉത്തരവാദിയില്ല, ഞങ്ങൾ കൈമലെത്തിയേ ഉള്ളൂ.
കാരണം ഈ 1 ലക്ഷം രൂപ 35 പേർക്ക് 35 ലക്ഷം രൂപ ഈ സമൂഹത്തെ എവിടെ നിന്ന് നമ്മൾ പിരിച്ചെടുക്കും? ഞങ്ങളൊക്കെ അതാത് തൊഴിലാളികളാണ്. ഞങ്ങൾ അന്നന്ന് കിട്ടുന്നത് വേതനത്തിൻ്റെ നീക്കിവെച്ചതിൻ്റെ ഭാഗം കൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇത്രയും വളർത്തിയത്. 10 വർഷമായി. കള്ളത്തുറവില്ല, ചതുവില്ല, വഞ്ചനയില്ല. ഇപ്പോൾ ഈ നല്ല കാര്യം ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ആവശ്യം കാശാണ്. ഈ നേരിനും നേരുകേടിനെ ആൾക്കാർ കൂട്ടി നിൽക്കുകയുള്ളൂ. ഈ സത്യസന്ധമായി നടത്തുന്ന ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും കൂട്ടി നിൽക്കുന്നുണ്ടോ? ഞങ്ങളെ കുറച്ച് പേരെ ഇത് ബലിയാടിയാക്കി ഇവരെല്ലാവരും. ടൈം ന്യൂസ് ചേർത്തല. കൈമുട്ടിലെ ചെറിയ മുഴയും വേദനയും മാറാൻ ശസ്ത്രക്രിയയ്ക്കിടെ ലഭിച്ചത് പട്ടിയുടെ പല്ല്. 25 കൊല്ലം മുമ്പാണ് പട്ടിയുടെ കടിയേറ്റത്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറും വിധേയനായ 36-കാരനായ യുവാവും നടുങ്ങി. ചേർത്തല താലൂക്ക് ആശുപത്രിയിലാണ് സംഭവം. തണ്ണീർമുക്കം കുട്ടിക്കൽ വൈശാഖിന് പ്രായം 36. കൈമുട്ടിൽ ചെറിയ മുഴയും വിട്ടുമാറാത്ത വേദനയും. പല ഡോക്ടർമാരെയും കാണിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്നാണ് ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ സർജൻ ഡോക്ടർ മുഹമ്മദ് മുനീറിൻ്റെ മുന്നിലെത്തുന്നത്. ഡിസംബർ 17 ചൊവ്വാഴ്ച ശസ്ത്രക്രിയ നടത്തി. അപ്പോഴാണ് ഡോക്ടറെ ഞെട്ടിച്ച് തൊലിക്കടിയിൽ പട്ടിയുടെ പല്ല് കണ്ടെത്തിയത്. 25 കൊല്ലം മുമ്പ് 11ാം വയസ്സിൽ വൈശാഖിന് പട്ടിയുടെ കടിയേറ്റിരുന്നു. ഇതൊന്നും അറിയാതെയായിരുന്നു ശസ്ത്രക്രിയ. പ്രധാന ഞരമ്പുകൾക്കിടയിൽ കുടുങ്ങിയ നിലയിൽ പട്ടിയുടെ പല്ല് ഒടിഞ്ഞിരിക്കുകയായിരുന്നു. പട്ടിയുടെ കടിയേറ്റ സമയത്ത് മുറിവിന് പ്രാഥമിക ചികിത്സ മാത്രമാണ് ചെയ്തത്. മുറിവ് ഉണങ്ങിയതിനാൽ പിന്നെ ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല. കുറച്ചു നാൾക്ക് ശേഷമാണ് വേദനയും മുഴയും ഉണ്ടായതെന്ന് വൈശാഖ് പറഞ്ഞു. അതായത് ഒരു 6ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു ടൈമിലായിരുന്നു കൊച്ചില്. ആ ടൈമില് ഇപ്പം അച്ഛൻ്റെ അമ്മ മാർക്കറ്റിലേക്ക് മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് വെളുപ്പിനെ പോകും. വല്യച്ഛൻ്റെ വീട്ടിലാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് എന്നോടൊന്ന് പറഞ്ഞിരുന്നു അന്ന്, പിന്നെ അമ്മേനെ ഒന്ന് വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരാൻ അച്ഛൻ പറഞ്ഞു വിട്ടോ. എൻ്റെ കൊച്ചിലായിരുന്നു. അപ്പൊ അങ്ങനെ പോയി ഇവിടെ തണ്ണീർമുക്കം വാട്ടർ ടാങ്കിന്റെ അവിടെ ഒരു കടത്തന്നെയുണ്ട് പഴയ, ഇപ്പൊ ഒന്നുമില്ല. അതിന്റെ വാതിക്ക് നിൽക്കുമ്പോഴാണ് ഒരു തെരുവ് പട്ടി എന്നെ ആക്രമിക്കുന്നത്. അന്ന് കൈക്ക് പിന്നെ നെഞ്ചത്തും ഒക്കെ ഒരുപാട് കടി കിട്ടിയായിരുന്നു. പക്ഷെ അതിനുശേഷം ഇങ്ങനെ ഈ കടിച്ച ഭാഗത്തൊരു മുഴ പോലെ ഉണ്ടായിരുന്നു ചെറിയ. പക്ഷെ അത് പിന്നീട് കാര്യമാക്കിയില്ലത്. പിന്നീട് കുറെ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോഴും അവരൊന്ന് പറഞ്ഞ് അത് കടിച്ചപ്പോൾ കയ്യിൽ ചവുണ്ടാവുന്നതായിരിക്കും, അപ്പൊ അത് കുഴപ്പമില്ല, അത് കീറി കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു 2 ആഴ്ചക്ക് മുമ്പിട്ട് കൈക്ക് വേദന വരാൻ തുടങ്ങി, നല്ല വേദന വരാൻ തുടങ്ങി. അപ്പോൾ വേദന വരാൻ തുടങ്ങിയെങ്കിലും അതിന്റെ അഗ്രം പഴുത്തിട്ട് പഴുപ്പും പുറത്തേക്ക് വരാൻ തുടങ്ങി. അത് ഈ പഴുപ്പ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരുന്നു. അതായത് കുറേശ്ശെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പേടിയായിട്ട് ഞാൻ മുനീർ ഡോക്ടറെ സമീപിച്ചത്. അങ്ങനെ മുനീർ ഡോക്ടർ പിന്നെ പറഞ്ഞ് നമുക്കത് എടുത്തു കളയാം. അപ്പോഴും ഈ കഥകളൊന്നും ഞാൻ ആ സമയത്ത് എന്നെ പട്ടി അടിച്ചിട്ടുള്ള കഥകളൊന്നും ഡോക്ടറോട് ഞാൻ ആ സമയത്ത് അവിടെ വെച്ച് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അത് എന്തെങ്കിലും ചവോ വല്ലതായിരിക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം എനിക്ക് ഒരു ആക്സിഡന്റ് പറ്റിയത് സ്റ്റീൽ ഇട്ടിട്ടുണ്ട് അതിന്റെ കൈ, ആ വലത് കൈത്തിന് സ്റ്റീൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ പറ്റ തന്നെയാണ് ഇത്. അതുമായിരിക്കും ചിലപ്പം ഡോക്ടർ അങ്ങനെ ഇത് പറയാത്തതുകൊണ്ട് ഇനി അതിന്റെ വല്ലതായിരിക്കും എന്നായിരിക്കും ചിലപ്പോൾ ഡോക്ടർ വിശ്വസിച്ചത്. എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ എന്നോട് പറഞ്ഞ് 17ാം തീയതി ഡേറ്റ് തന്നു. 17ാം തീയതി ഡേറ്റ് തന്നിട്ട് നമുക്കത് കീറിക്കളയാം, ഒരു ചെറിയ മൈനർ സർജറി വേണ്ടി വരും. അങ്ങനെ ഹോസ്പിറ്റലിൽ ഹാജരാകാൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ ചെന്നു. ഇത് കീറി ഇത് പുറത്തെടുത്തപ്പോഴാണ് പട്ടിയുടെ പല്ലാണെന്ന് അറിഞ്ഞത്. പിന്നീട് അപ്പൊ എന്നോട് കഥകളൊക്കെ ചോദിച്ചു എന്താണ്. പിന്നീട് ഞാൻ ഈ കഥകളൊക്കെ അവിടെ വെച്ച് വിവരിച്ച് പറഞ്ഞു. പക്ഷെ ഈ ഒരു 25 വർഷം കഴിഞ്ഞ് ഒരു കയ്യിൽ ഇരിക്കാൻ തുടങ്ങി. പക്ഷെ കയ്യിൽ ഇരുന്നിട്ട് ഇത്ര നാൾ ഒരു ഇൻഫെക്ഷനോ പിന്നെ മറ്റസുഖങ്ങളോ ഒന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. നഴ്സിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സാന്ദ്ര സലിം, വി ശ്രീകല, റിയ എന്നിവരും ശസ്ത്രക്രിയയ്ക്ക് സഹായികളായി. സർജറി കഴിഞ്ഞ ദിവസം തന്നെ വൈശാഖ് ആശുപത്രി വിട്ടു. സർജറിക്കിടെ അപ്രതീക്ഷിതമായി പട്ടിയുടെ പല്ല് കണ്ടെത്തിയത് തന്നെ ഞെട്ടിച്ചെന്ന് ഡോക്ടർ മുഹമ്മദ് മുനീർ പറഞ്ഞു. 2 ആഴ്ച മുമ്പ് താലൂക്ക് ആശുപത്രിയിൽ തന്നെ മറ്റൊരാൾക്ക് സർജറി നടത്തുന്നതിനിടെ ഡാറോ ഫൈലേറിയ വിരയെയും കുഞ്ഞുങ്ങളെയും കണ്ടെത്തിയിരുന്നു. ഇത് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണെന്നും ഡോക്ടർ മുനീർ പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. NCC 10th കേരള ബറ്റാലിയൻ്റെ സംയുക്ത വാർഷിക പരിശീലന ക്യാമ്പ് കായംകുളം SN സെൻട്രൽ സ്കൂളിൽ ആരംഭിച്ചു. 10 നാൾ നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ 500ഓളം കേഡറ്റുകൾ പങ്കെടുക്കും. NCC 10th കേരള ബറ്റാലിയൻ സംയുക്ത വാർഷിക പരിശീലന ക്യാമ്പിന് തുടക്കം SN സെൻട്രൽ സ്കൂളിലാണ് ക്യാമ്പ് ആരംഭിച്ചത്.
കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ വിവിധ സ്കൂൾ കോളേജുകളിൽ നിന്ന് 500ഓളം കേഡറ്റുകളാണ് 10 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യൻ നിർമ്മിത തോക്കുകളുടെ പ്രവർത്തന പഠനം, യോഗ, ഡ്രിൽ, മാപ്പ് റീഡിംഗ്, ബോധവൽക്കരണ സെമിനാറുകൾ, വ്യക്തിത്വ വികസന ക്ലാസുകൾ, വിവിധ കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവ ക്യാമ്പിൽ ക്രമീകരിച്ചിട്ടുണ്ട്. കമാൻഡിംഗ് ഓഫീസർ കേണൽ രാഹുൽ ഘോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. എന്നെ സംബന്ധിച്ച് ഞാനിവിടെ ANO ആയിട്ട് ഏകദേശം 17 വർഷക്കാലമായി 17 വർഷക്കാലമായിട്ട് പല PA സ്റ്റാഫിനോടും അതേപോലെ തന്നെ ANOസിനോടും അതേപോലെ തന്നെ COമാരോടും എല്ലാം വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. പക്ഷെ എൻ്റെ ഒരു ലൈഫ് ടൈമിൽ ഒരു ഫസ്റ്റ് ടൈമാണ് 10 കേരള ബറ്റാലിയൻ ചെങ്ങന്നൂരിൽ നിന്ന് വിട്ട് ഒരു പുതിയ ക്യാമ്പ് സെൻറ്റർ, ഒരു ന്യൂ ക്യാമ്പ് സെൻറ്റർ കണ്ടെത്തി ഒരു ക്യാമ്പ് നടപ്പാക്കുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ്, ഫുൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കമാൻഡിംഗ് ഓഫീസർ ബഹുമാനായ രാഹുൽ ഘോഷ് സാറിനാണ്. കാരണം ആ സാറിന് കുട്ടികളിലും PA സ്റ്റാഫിലും ANOസിലും ഒരു വിശ്വാസമുണ്ട്. നമ്മളിൽ ആ ഒരു ബിലീവ്, നമ്മളിൽ കാണിക്കുന്ന ഒരു കോൺഫിഡൻസ്, ഏത് സെൻറ്ററിലും ക്യാമ്പ് നടത്താനുള്ളൊരു ധൈര്യം രാഹുൽ ഘോഷ് സാറിൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ. അത് SN സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ശ്രീജയ SB, NCC ഓഫീസർമാരായ അലക്സ് വർഗീസ് മാവേലിക്കര, ജ്യോതിഷ് കുമാർ, B ജയലക്ഷ്മി, ശുഭാജി നായർ, അഞ്ജലി, സുബേദാർ മേജർ ഗുരു വയ്യ, സുബേദാർ രാജ, സുബേദാർ ദിലീപ് നായിക്, സുബേദാർ ജർമൽ സിംഗ്, ഹവിൽദാർ ഹരീഷ് എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, കായംകുളം. ആലപ്പുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ ജോബ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു. ഫെബ്രുവരിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള മെഗാ തൊഴിൽ മേളയുടെ മുന്നോടിയായിട്ടാണ് ജോബ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത്. H സലാം MLA ഉദ്ഘാടനം ചെയ്തു. വിജ്ഞാന ആലപ്പുഴ പദ്ധതിയിലൂടെ തൊഴിലന്വേഷകർക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ പരിചയപ്പെടുത്തുന്നതിനും തൊഴിൽ ലഭ്യമാക്കുന്നതിനുമായി കേരള നോളജ് മിഷൻ, KDISC എന്നിവയുടെ സഹകരണത്തോടെ ഫെബ്രുവരിയിൽ സംഘടിപ്പിക്കുന്ന മെഗാ തൊഴിൽ മേളയുടെ രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾക്ക് നഗരസഭയിൽ തുടക്കമായി. ആലപ്പുഴ നഗരസഭയിലെ 52 വാർഡുകളിലായി 6687 പേരാണ് പേര് രജിസ്റ്റർ ചെയ്തത്. തുടർന്നും രജിസ്റ്റർ ചെയ്യാനുള്ളവരെ ജോബ് സ്റ്റേഷനിൽ സഹായിക്കും. അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകരെ കണ്ടെത്തി രജിസ്റ്റർ ചെയ്യുന്നതിനായി ഒരു വാർഡിൽ നിന്നും 2 റിസോഴ്സ് പേഴ്സൺമാരെ വീതമാണ് തിരഞ്ഞെടുക്കുന്നത്. ഇവർക്കുള്ള പരിശീലനവും കൗൺസിൽ ഹാളിൽ സംഘടിപ്പിച്ചു. രജിസ്ട്രേഷന്റെ സൗകര്യാർത്ഥം ആവശ്യമെങ്കിൽ കൂടുതൽ ജോബ് സ്റ്റേഷനുകൾ വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിപ്പിക്കും. ജോബ് സ്റ്റേഷൻ പ്രവർത്തനവും റിസോഴ്സിംഗ് പേഴ്സൺമാർക്കുള്ള ട്രെയിനിംഗ് ക്യാമ്പും H സലാം MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലാണ് ഇഷ്ടംപോലെ എഞ്ചിനീയേഴ്സിനെ കാണാം, എഞ്ചിനീയറിംഗ് കോളേജ് ഒരുപാട് കാണാം. പല കോളേജിലും പല കോഴ്സിലും സീറ്റ് വേഗമാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെയൊക്കെ ഒരു സാധാരണ ഒരു വിചാരം അനുസരിച്ചിട്ട് നമ്മൾ വിദ്യാഭ്യാസം മെച്ചപ്പെട്ട സ്റ്റേറ്റാണ് കേരളം. ആ 108 പേരിൽ മെജോറിറ്റി മലയാളി ആയിരിക്കും നമ്മൾ വിചാരിച്ചു. ഞാനും തിരിച്ച അങ്ങനെയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞപ്പോഴത്തേക്ക് 108 പേരെ സെലക്ട് ചെയ്യുമ്പോൾ 8 പേർ മാത്രമാണ് മലയാളി എന്നിവരെ സെലക്ട് ചെയ്യപ്പെടുന്നത്. നഗരസഭാ അധ്യക്ഷ KK ജയമ അധ്യക്ഷയായി. വൈസ് ചെയർമാൻ PSM ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ MR പ്രേം, AS കവിത, നസീർ പുന്നക്കൽ, കൗൺസിലർമാരായ B നസീർ, മോനിഷ, ജ്യോതി പ്രകാശ്, പ്രജിത കണ്ണൻ, P റിഹിയാനത്ത്, ഹെലൻ ഫെർണാണ്ടസ്, സെക്രട്ടറി MA മുംതാസ്, കില റിസോഴ്സ് പേഴ്സൺമാരായ P ജയരാജ്, രാമചന്ദ്രൻ, കമ്മ്യൂണിറ്റി അംബാസഡർമാരായ ബിന്ദു ഗൗരി, സജ്ന എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. കായംകുളം നഗരസഭയുടെ കേരളോത്സവത്തിന് സമാപനം. നഗരസഭാ ചെയർപേഴ്സൺ P ശശികല സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമ്മാനങ്ങളും ചെയർപേഴ്സൺ വിതരണം ചെയ്തു. കായംകുളം നഗരസഭയുടെ കേരളോത്സവത്തിന് സമാപനം. ഡിസംബർ 18, 19, 20 തീയതികളായിട്ടാണ് സംഘടിപ്പിച്ചത്. കായംകുളം ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം ചെയർപേഴ്സൺ P ശശികല ഉദ്ഘാടനം ചെയ്തു. 18, 19, 20 തീയതികളിലായിട്ട് കായംകുളത്ത് കേരളോത്സവം നടക്കുകയായിരുന്നു. നമ്മൾ കേരളോത്സവം 18-ാം തീയതി വളരെ വലിയൊരു ഘോഷയാത്രയോടുകൂടി തന്നെയാണ് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത്. ആ ഉദ്ഘാടനത്തിന് ശേഷമാണ് നമ്മുടെ കലാപരിപാടികളെല്ലാം തന്നെ കായികമായിട്ടും കലാപരിപാടികൾ നടത്തപ്പെട്ടത്. നമ്മൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള എല്ലാ പരിപാടികളും നമുക്ക് കായംകുളത്ത് നടത്താൻ കഴിഞ്ഞു. അതിൽ വളരെ വാശിയേറിയ മത്സരങ്ങളായിരുന്നു നമുക്ക് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നത്. എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെയാണ്. വളരെയേറെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ജയിച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ ഒറ്റ കാര്യമുള്ളൂ, കായംകുളത്തിൻ്റെ പേരും പ്രശസ്തിയും സംസ്ഥാന കേരളോത്സവത്തിലും ഉണ്ടാകണം. കാരണം ഇവിടുന്ന് പോകുന്ന എല്ലാ മത്സരാർത്ഥികളും ഇപ്പോൾ ജില്ലാ കേരളോത്സവം നടക്കാൻ പോവുകയാണ്. ഈ മാസം അവസാനം തന്നെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് പ്രൈസ് വാങ്ങിച്ച് നമ്മുടെ സംസ്ഥാനതല കേരളോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് കായംകുളത്തിൻ്റെ പ്രശസ്തി ഓടുകൂടി തന്നെ വരണം. തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മൾ നിങ്ങളെ ആദരിക്കപ്പെടുന്നതായിരിക്കും.
വൈസ് ചെയർമാൻ ജെ ആദർശ് അധ്യക്ഷനായി. റിസപ്ഷൻ കമ്മിറ്റി ചെയർമാൻ റെജി മാവിനാൽ സ്വാഗതം പറഞ്ഞു. കേരളോത്സവത്തിന് മികച്ച വിജയം കരസ്ഥമാക്കിയവർക്ക് മെമൻറ്റോയും സർട്ടിഫിക്കറ്റുകളും ചെയർപേഴ്സൺ പി ശശികല വിതരണം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ മായാദേവി, ഫർസാന, ഹബീബ്, PS സുൽഫിക്കർ, വർക്കിംഗ് കമ്മിറ്റി ചെയർമാൻ അഖിൽ കുമാർ, വിവിധ സബ് കമ്മിറ്റി ചെയർമാൻമാരായ ഷെമിമോൾ, ഗംഗാദേവി, രഞ്ജിതം, നഗരസഭാ കൗൺസിലർമാരായ അമ്പിളി ഹരികുമാർ, ബിനു അശോക്, ഷീബ ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, കായംകുളം. ചേർത്തല താലൂക്ക് മഹാസമാധി ദിനാചരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ശിവഗിരി കൊടിക്കയർ പദയാത്ര തിങ്കളാഴ്ച ആരംഭിക്കും. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തി ചരിത്രപ്രസിദ്ധമായ ചേർത്തല കളവങ്കോടം ശക്തീശ്വരം ക്ഷേത്രാങ്കണത്തിൽ നിന്നാണ് കൊടിക്കയർ പദയാത്ര ആരംഭിക്കുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 92ാമത് ശിവഗിരി തീർത്ഥാടനം ഈ കഴിഞ്ഞ 15-ാം തീയതി തീർത്ഥാടന കാലമായിട്ട് തുടങ്ങിയതാണ്. ഈ വർഷം 15-ാം തീയതി തുടങ്ങിയതാണ്. ജനുവരി 5 വരെയാണ് തീർത്ഥാടന കാലം നടക്കുന്നത്. പ്രധാനമായിട്ടും തീർത്ഥാടനം നടക്കുന്നത് ഡിസംബർ 30, 31, ജനുവരി 1 തീയതികളിലാണ്. ഭക്തജനങ്ങളുടെ ബാഹുല്യവും തിരക്കും കണക്കിലെടുത്തിട്ടാണ് ഈ ഇത്രയും ദിവസം കൂടുതലാക്കി നമ്മുടെ തീർത്ഥാടന കാലം എടുത്തിരിക്കുന്നത്. 20ാമത്തെ വർഷമാണ് ശിവഗിരി തീർത്ഥാടനത്തിനുള്ള കൊടിയുടെ കയർ ചേർത്തല താലൂക്ക് മഹാസമാധി ദിനാചരണ കമ്മിറ്റി പദയാത്രയായി ശിവഗിരിയിൽ എത്തിക്കുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം തീർത്ഥാടനത്തിന് തിരക്ക് വർദ്ധിച്ചതിന്റെ ഭാഗമായിട്ട് പദയാത്രയിലും നമുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് 90 താഴെ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഈ വർഷം ഇപ്പോൾ തന്നെ 125-ലധികം ആളുകൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം പൂച്ചാക്കൽ, അവിടെ നിന്ന് നമുക്ക് ഗുരുധർമ്മ പ്രചരണ സഭയുടെ 25 പ്രവർത്തകർ പദയാത്രികരായിട്ട് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവർ 22-ാം തീയതി അവിടെ നിന്ന് പുറപ്പെട്ട് വൈകിട്ട് കളവങ്കോടത്തെത്തി അവിടെ താമസിച്ച് പിറ്റേ ദിവസം 23-ാം തീയതി സമാധി ദിനാചരണ കമ്മിറ്റിയുടെ കൊടിക്കയർ പദയാത്രയുടെ ഭാഗമായി ചേർന്ന് പോകുന്നത്. 23-ാം തീയതി നമുക്ക് ഇവിടുന്ന് പുറപ്പെടുന്ന പദയാത്ര 7 ദിവസം താണ്ടിയാണ് ശിവഗിരിയിലെത്തുന്നത്. 1ാമത്തെ ദിവസം നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ട് കളവങ്കോട് വിട്ടാൽ വളവനാട് ക്ഷേത്രത്തിലാണ് അന്ന് താമസവും വിശ്രമവും. അടുത്ത ദിവസം അവിടുന്ന് പോയി പുന്നപ്പുറ അറവുകാട് ക്ഷേത്രത്തിലെ താമസവും വിശ്രമവും. അത് കഴിഞ്ഞാൽ പല്ലന കുമാരനാശാൻ സ്മാരക സ്കൂളിലെ കുമാരകോടിയിലെ താമസവും വിശ്രമവും. അത് കഴിഞ്ഞ് അവിടുന്ന് പുറപ്പെട്ടിട്ട് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലാണ് അടുത്ത താമസവും വിശ്രമവും. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ചേർത്തല താലൂക്ക് മഹാസമാധി ദിനാചരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കൊടിക്കയർ പദയാത്രയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കളവങ്കോടം ശക്തീശ്വരം ക്ഷേത്രത്തിൽ നിന്നും കൊടിക്കയർ പദയാത്ര 23-ന് തുടങ്ങി 29-ന് ശിവഗിരിയിലെത്തും. 23-ന് രാവിലെ 7-ന് പടിഞ്ഞാറെ മനക്കോടം ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും വിളംബര ജാഥ പുറപ്പെടും. തുടർന്ന് ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ശക്തീശ്വരം ക്ഷേത്രത്തിൽ രാവിലെ 11-ന് നടക്കുന്ന സമ്മേളനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ പദയാത്രാ ക്യാപ്റ്റൻ വിജയഘോഷ് ചാരങ്കാട്ടിന് കൊടിക്കയർ കൈമാറും. മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ് MP മുഖ്യപ്രഭാഷണം നടത്തും. വിജയഘോഷ് ചാരങ്കാട്ട് അധ്യക്ഷത വഹിക്കും. കൊടിക്കയർ പദയാത്രയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 29-ന് വൈകിട്ട് 6-ന് ശിവഗിരിയിലെത്തുമെന്ന് വിജയഘോഷ് ചാരങ്കാട്ട് പറഞ്ഞു. KR രാജു കുത്തിയതോട്, മാർത്താണ്ഡൻ മഞ്ഞിപ്പുഴ, ജയധരൻ തിരുനെല്ലൂർ, തങ്കച്ചൻ ഒളതല എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. കുവൈറ്റ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് നാസറിന് ചേർത്തല മുഹമ്മയിൽ അനുസ്മരണം. മുഹമ്മ കായപ്പുറം CMS LP സ്കൂളിൽ അനുസ്മരണവും ധനസഹായ വിതരണവും സംഘടിപ്പിച്ചു. കുവൈറ്റ് മുൻ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ഷെയ്ഖ് നാസറിന്റെ 4ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി കായപ്പുറം CMS LP സ്കൂളിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അത്രയ്ക്കും മഹത്വം ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ നമുക്കറിയാം, ഒരുപാട് ഭരണാധികാരികൾ കുവൈറ്റിലും അല്ലെങ്കിൽ രാഷ്ട്രത്തിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളെ പോലെയുള്ള ഇതുപോലെ എത്രയോ പേര് ഇന്നത്തെ ദിവസം അദ്ദേഹത്തിന്റെ സ്മരണയിൽ ഉണ്ടായിട്ടുണ്ടാവും. കുവൈറ്റിലെ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് നാസറിനെ മുഹമ്മ പഞ്ചായത്തിലെ ഒരു ഗ്രാമം ഓരോ വർഷവും നന്ദിയോടെ സ്മരിക്കുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വലുപ്പം കൊണ്ടാണെന്ന് സ്വപ്ന ഷാബു പറഞ്ഞു.
ആർക്കും എന്ത് സഹായവും ചെയ്യാൻ തയ്യാറുള്ള വ്യക്തിയായിരുന്നു ഷെയ്ഖ് നാസർ എന്ന സംഗീത സംവിധായകൻ ആലപ്പി ഋഷികേഷ് പറഞ്ഞു. മരിച്ചിട്ടും മരിക്കാത്ത ഓർമ്മകളുമായി മഴവില്ല് പോലെ മനുഷ്യ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് ഷെയ്ഖ് നാസർ എന്ന മുൻ ഹെഡ് മിസ്ട്രസ് ജെസി തോമസ് പറഞ്ഞു. CMS സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങളുടെ വികസനത്തിനുള്ള സഹായധന വിതരണം ഹസാബി ഹോസ്പിറ്റാലിറ്റി ഡയറക്ടർ സെബാസ്റ്റ്യൻ ജോസഫിൽ നിന്ന് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ ടീച്ചർ ഏറ്റുവാങ്ങി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് മേബിൾ ജോണിന് കൈമാറി. K. സേതുനാഥ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് എഴുതിയ ആരാണ് ഗാന്ധി നേരാണ് ഗാന്ധി എന്ന് തുടങ്ങുന്ന കവിത ആലപ്പുഴ ഋഷികേഷ് ആലപിച്ചു. നേരാണോ ഗാന്ധി, നേരു തിരയുന്ന ഉയരാണോ ഗാന്ധി, തെളിനീരൊഴുകുന്ന പുഴയാണോ ഗാന്ധി, തെളിവാർന്ന മനസ്സിൻ്റെ നിറവാണോ. CMS LP സ്കൂൾ കോർഡിനേറ്റർ PM ഐസക് അനുഗ്രഹ പ്രഭാഷണം നടത്തി. K. സേതുനാഥ് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് S. വിജയകുമാർ, K. ജോൺസൺ, സെബാസ്റ്റ്യൻ ജോസഫ് എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള കനാൽ ഫെസ്റ്റിൻ്റെ വിപുലമായ ഒരുക്കങ്ങൾ. കനാൽ ഫെസ്റ്റിൻ്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു. സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ഷാജിമോഹൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് CK ഷാജിമോഹൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. നമ്മൾ ഭക്ഷ്യക്ഷാമം എന്ന് പറയുന്ന സാധനമില്ല. ഇപ്പോൾ ഈ മനസ്സിന് ഒരു സന്തോഷം കിട്ടുന്ന കാര്യത്തിനാണ് കുറച്ച് ക്ഷാമമുള്ളത്. അപ്പോൾ അതിന് ഏറ്റവും പറ്റിയൊരു ഈ ഫെസ്റ്റ് എല്ലാവർക്കും കൂടി ഒന്നിച്ചു കൂടാൻ ഉള്ളൊരവസരം. എല്ലാവരും കുറച്ച് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും കൂടി ചേർന്നുള്ള ആഘോഷമാണ് ഏറ്റവും വലിയ ആഘോഷം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ചേർന്നുള്ളൊരു ആഘോഷം. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു കനാൽ ഫെസ്റ്റ് ഏർപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു ഇച്ചിരി വൈകിയാണെങ്കിലും നന്നായിട്ട്, പിന്നെ കുറച്ച് അപ്രാവശ്യത്തിനൊക്കെ നന്നായിട്ട് നടത്താൻ പറ്റും. അപ്പോൾ തന്നെ നേരത്തെ വൈകിയാണെങ്കിലും നേരത്തെ ഒരാഴ്ചക്കാലത്ത് ഒരാഴ്ചയാണ് നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. ഒരാഴ്ചക്കാലം നമ്മുടെ ആളുകളുടെ മനസ്സിന് സന്തോഷം, നേരത്തെ പറഞ്ഞാൽ ഈ ശരീരത്തിന് ആരോഗ്യം കൊടുക്കുന്ന പോലെ തന്നെ മനസ്സിനും കൂടി ആരോഗ്യം കൊടുത്താൽ അത് പൂർണ്ണമാകുള്ളൂ. ആ മാനസിക സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഈ ഫെസ്റ്റുകൾ നടത്തുന്നത്, ഒരാഘോഷം നടത്തുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ആഘോഷത്തിന് തയ്യാറായ ഇതിൻ്റെ ഈ നഗരസഭയിലെ ചെയർപേഴ്സൺ ഉൾപ്പെടെ വൈസ് ചെയർമാൻ ഉൾപ്പെടെ ഉള്ള മുഴുവൻ കൗൺസിലേഴ്സും അതുപോലെ ജീവനക്കാരുടെ അതിനകത്ത് പങ്കാളില്ല. എല്ലാവരും കൂടി ചേരുമ്പോഴല്ല ഒരാഘോഷം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ചേരുമ്പോഴല്ല, സെക്രട്ടറി മാത്രം ആഘോഷിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാവരും കൂടി ചേരുമ്പോൾ വലിയ ആഘോഷം വരുമ്പോഴത്തേക്കാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോൾ ആ സന്തോഷത്തിൽ നിങ്ങളോടൊപ്പം ഒരു കുറച്ച് സമയം ബാക്കിയുള്ള ദിവസം വരുന്നുണ്ട് ഈ ആഘോഷത്തിൽ. എന്നാലും മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ അധ്യക്ഷയായി. പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ PS പുഷ്പരാജ് സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർമാനും സംഘാടക സമിതി വർക്കിംഗ് ചെയർമാനുമായ TS അജയകുമാർ, കൺവീനർ P ഷാജിമോഹൻ, ഫിനാൻസ് കമ്മിറ്റി കൺവീനർ AS സാബു, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ P ഉണ്ണികൃഷ്ണൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ G രഞ്ജിത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഏലിക്കുട്ടി ജോൺ, സംഘാടക സമിതി സെക്രട്ടറി TK സുജിത്ത്, സ്റ്റേജ് ഡെക്കറേഷൻ കമ്മിറ്റി ചെയർമാൻ B ഫാസി, MV രാമേന്ദ്രൻ നായർ, KP പ്രതാപൻ, മുനിസിപ്പൽ കൗൺസിലർ MK പുഷ്പകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ചേർത്തല. അമ്പലപ്പുഴ പോലീസിൻ്റെ നേതൃത്വത്തിൽ ജനജാഗ്രത സദസ്സ് സംഘടിപ്പിച്ചു. മയക്കുമരുന്ന് ഉപയോഗവും വിൽപ്പനയും മോഷണവും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചത്. നിങ്ങളുടെ കോണ്ടാക്റ്റ് ആക്സസ് ചെയ്തിട്ട്, അല്ലേ, ഫോണിലെ കോണ്ടാക്റ്റ് S അടിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ലൊക്കേഷൻ ആക്സസ് ചെയ്തിട്ട് S അടിക്കും. അങ്ങനെ ഇതെല്ലാം ഇവരുടെ കയ്യിൽ ചെല്ലുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തു. നേരത്തെ പറഞ്ഞില്ലേ, ഒരു കടയിൽ സാധനം മേടിക്കാൻ പോയി ലക്കി ഡിപ്പ് എടുക്കുന്നതിന് വേണ്ടി കൊടുത്തു. അപ്പോൾ നമ്മൾ ആമസോണിൽ ഞാനൊരു ഷർട്ട് അല്ലെങ്കിൽ പാൻറ്, ഒരു ഷൂ സെർച്ച് ചെയ്തു, അല്ലേ. അപ്പോൾ അടുത്ത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമുക്ക് മെസ്സേജ് വരും, അല്ലേ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മെസ്സേജ് വരുവാണ്, താങ്കൾ നല്ല ഷർട്ട് പാൻറ് എന്താണ് നോക്കുന്നത്, ഫ്ലിപ്കാർട്ടിൽ വില കുറച്ചുണ്ട്. അപ്പോൾ എങ്ങനെ പോയതാണ് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പല രീതിയിലും പലയിടത്തും കൊടുത്തല്ലേ. ഇത് അവർ മറ്റുള്ളവർക്ക് വിൽക്കുകയാണ്. അതാണ് അന്ന് സമയത്ത് നടന്നതല്ല. ഒരു 10 ലക്ഷം മലയാളികളുടെ ഡേറ്റാസ് പോയി അത് പല രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു. അതുപോലെ തന്നെയാണ് ഈ സംഭവത്തിലും ചെയ്യുന്നത്. വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് മാഫിയകളുടെ കടന്നുകയറ്റവും മോഷണ പരമ്പരകളും സൈബർ കുറ്റകൃത്യങ്ങളും നാടിനെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി അമ്പലപ്പുഴ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അമ്പലപ്പുഴ മേഖലയിലെ വിവിധ റെസിഡൻസ് ഭാരവാഹികളുമായി സംവദിക്കുകയും സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ക്ലാസുകളും സംഘടിപ്പിച്ചു. ജാഗ്രതാ സമിതി രൂപീകരിക്കുന്നതിനും അസോസിയേഷന്റെ നിർദ്ദേശങ്ങൾ അധികൃതരുമായി സംവദിക്കുകയും ചെയ്തു. അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ ചേർന്ന പരിപാടിയിൽ അസോസിയേഷൻ ഭാരവാഹികളായ അമ്പലപ്പുഴ ടൗൺ റെസിഡൻസ് പ്രസിഡന്റ് മുജീബ് റഹ്മാൻ, ചെമ്പകശ്ശേരി നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബിജു സാരംഗി,
അമ്പലപ്പുഴ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീകുമാർ ചേരാവള്ളി, ദീപം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഓമനക്കുട്ടൻ, നെയ്ബർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സലീം സതീശൻ, പ്രമോദ് ശിവകുമാർ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല നൈപുണ്യ കോളേജിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അർത്തുങ്കൽ സെന്റ് ജോർജ് പള്ളി ഹാളിലാണ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ചേർത്തല നൈപുണ്യ കോളേജ് തീരദേശവാസികളുടെ ഉന്നമനത്തിനായി നടത്തിവരുന്ന സമുദ്ര പദ്ധതിയുടെ ഭാഗമായാണ് മന്ത്ര മോട്ടിവേഷണൽ ക്ലാസ് സംഘടിപ്പിച്ചത്. വർണ്ണാഭമായ കൗമാരം എന്ന പേരിൽ നടന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിൽ നൈപുണ്യ കോളേജ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ നിതിൻ ചാക്കോ കിലുക്കൻ അധ്യക്ഷത വഹിച്ചു. നന്ദി പറയാണ് ഈ കാര്യങ്ങൾ ക്രമീകരിച്ചതിന്. ഞങ്ങൾക്ക് നൈപുണ്യ കോളേജിന് സന്തോഷമേ ഉള്ളൂ നിങ്ങളുടെ കൂടെയായിരിക്കാൻ. കുറച്ച് നാളെ നമ്മൾ ഒരുമിച്ചാണ് യാത്രയിൽ പല കാര്യങ്ങൾക്ക്. ഇടയ്ക്ക് അപ്പച്ചന്മാർ ഒരുമിച്ച് കൂട്ടും, ചെറിയ കാര്യം പറഞ്ഞു കൊടുക്കും, അമ്മച്ചിമാർ ഒരുമിച്ച് കൂട്ടും, ഇടയ്ക്ക് നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂട്ടി മറ്റ് പലതരത്തിൽ ചിലപ്പോൾ അവിടെ കോളേജിൽ കൊണ്ടുവന്ന ഒരു കാര്യം പരിശീലിപ്പിക്കും. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരുമിച്ചാണ് മുമ്പോട്ട് പോകേണ്ടത്. നമ്മൾ ഒരുമിച്ച് സമൂഹത്തെ നന്മയിലേക്ക് നല്ല ഭാവിയിലേക്ക് വളർത്തണം. അപ്പോൾ അതിന് സാധിക്കേണ്ടതാണ് ആശംസ. നൈപുണ്യ കോളേജിലുള്ള എല്ലാ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെ അവിടെയുള്ള എല്ലാ മാനേജ്മെന്റിന്റെ പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ആശംസകളും സ്നേഹവും. തെക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ടോമി ഏലശ്ശേരി സ്വാഗതം പറഞ്ഞു. സിവിൽ എക്സൈസ് ഓഫീസർ എസ് ശ്രീജ ലഹരി വിരുദ്ധ ക്ലാസ്സിന് നേതൃത്വം നൽകി. 60ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. അധ്യാപകരായ രശ്മി ദേവി, ശരണ്യമോൾ, സി ഷോണിമ, ഷീനു ഏഞ്ചൽ ചാക്കോ, ആനി എലീഷ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല കിഴക്കേ 40 സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വാർഷിക പൊതുയോഗം നടന്നു. ഇതോടൊപ്പം വിദ്യാഭ്യാസ ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു. ചേർത്തല കിഴക്കേ 40 സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗവും വിദ്യാഭ്യാസ ക്യാഷ് അവാർഡ് വിതരണവും നടന്നു. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് BG മോഹനൻ ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. ഈ ബാങ്കിന്റെ പ്രവർത്തന ഫലമായി ഈ പ്രദേശത്ത് ആളുകൾക്ക് അവരുടെ വിവാഹമായാലും അതുപോലെ മറ്റേത് ആവശ്യങ്ങളാണെങ്കിലും തന്നെ വായ്പ എടുക്കാനും ആ നിലയിൽ മുന്നോട്ട് പോകാനും കഴിയുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ ബാങ്കിൻ്റെ പ്രവർത്തനം എല്ലാ മേഖലയിലും വ്യാപിപ്പിക്കാൻ നമുക്ക് കഴിയണം. ആളുകൾക്ക് തൊഴിൽ ലഭിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഒരുക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കറിയാം കുടുംബശ്രീ അതുപോലുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഫലമായി ചെറിയ ചെറിയ സംരംഭങ്ങളെല്ലാം ആരംഭിക്കാറുണ്ട്. ബാങ്ക് പ്രസിഡന്റ് KG അപ്പുകുട്ടൻ നായർ അധ്യക്ഷത വഹിച്ചു. ചേർത്തല സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ AS സാബു വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു. ചേർത്തല നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശോഭ ജോഷി, ചേർത്തല തെക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ OP അജിത, മുനിസിപ്പൽ കൗൺസിലർ ബിന്ദു ഉണ്ണികൃഷ്ണൻ, ചേർത്തല തെക്ക് പഞ്ചായത്ത് അംഗങ്ങളായ K രാജഗോപാൽ, ആര്യ S കുമാർ, നേതാക്കളായ KE കുഞ്ഞുമുഹമ്മദ്, S സോബിൻ, NM സുമേഷ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ബോർഡ് മെമ്പർ രജിത അശോകൻ സ്വാഗതവും സെക്രട്ടറി KP മധുസൂദനൻ നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കനോയിങ് കയാക്കിംഗ് പരിശീലനത്തിനായി വാങ്ങിയ ബോട്ടുകളുടെ ഉദ്ഘാടനം മന്ത്രി P പ്രസാദ് നിർവഹിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രാദേശിക ജനതയെ ഉയർത്തിക്കൊണ്ടുവരുവാൻ നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് മന്ത്രി P പ്രസാദ്. സൽസ്നേഹ ഭവൻ ചാരിറ്റബിൾ സൊസൈറ്റി ചേർത്തലയിൽ സംഘടിപ്പിച്ച സമൂഹ വിവാഹം അലങ്കോലമായി. 35 പേരുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും നടന്നത് 8 പേരുടെ വിവാഹം. തങ്ങളെ വഞ്ചിച്ചുവെന്നാരോപിച്ച് 27 വധൂവരന്മാർ വിവാഹം ബഹിഷ്കരിച്ചു. കൈമുട്ടിലെ ചെറിയ മുഴയും വേദനയും മാറാൻ ശസ്ത്രക്രിയ. ലഭിച്ചത് പട്ടിയുടെ പല്ല്. 25 കൊല്ലം മുമ്പാണ് പട്ടിയുടെ കടിയേറ്റത്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറും വിധേയനായ 36-കാരനായ യുവാവും നടുങ്ങി. ചേർത്തല താലൂക്ക് ആശുപത്രിയിലാണ് അപൂർവമായ സംഭവം. NCC കേരള ബറ്റാലിയൻ സംയുക്ത വാർഷിക പരിശീലന ക്യാമ്പ് കായംകുളം SN സെൻട്രൽ സ്കൂളിൽ ആരംഭിച്ചു. 10 നാൾ നീളുന്ന ക്യാമ്പിൽ 500ഓളം കേഡറ്റുകൾ പങ്കെടുക്കുന്നു. ആലപ്പുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ ജോബ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു. ഫെബ്രുവരിയിൽ നടക്കുന്ന മെഗാ തൊഴിൽ മേളയുടെ മുന്നോടിയായിട്ടാണ് ജോബ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത്. H സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.